സ്ത്രീയക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ ചുമകമേ നിങ്ങളെ എവരെയും വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ 69ാമത്തെ ദിവസമാണ് ഇന്ന്. വലിയ നോമ്പിലെ 24ാമത്തെ ദിവസം, ചൊവ്വാഴ്ച. ഇന്നത്തെ ധ്യാന വിഷയം എന്താണ് അനുസരണം? എന്താണ് അനുസരണം? ഈ വലിയ നോമ്പിൽ നാം നമ്മുടെ രക്ഷിതാവിനെ അനുസരിച്ചുകൊണ്ട് നാം അവൻ കാണിച്ചു തന്നതായ വഴികളിലൂടെ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതൊക്കെയും നമുക്കറിയാം. എന്നാൽ എന്തുമാത്രം നമ്മളത് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് ഈ നോമ്പിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഏതൊരു വിശ്വാസിയും പാലിക്കേണ്ട മഹത്തായ ഗുണമാണ് അനുസരണം. പൗലോസ് ശ്ലീഹാ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ൽ, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. തുടർന്ന് ഈ അനുസരണം കൊണ്ടുള്ള ഗുണങ്ങൾ തുടർവാക്യത്തിൽ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിനക്ക് നന്മ ഉണ്ടാകുവാനും നിന്റെ ഭൂമിയിൽ നീ ദീർഘായുസോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. എന്താണ് അനുസരണം എന്നും ആരെയാണ് അനുസരിക്കേണ്ടതെന്നും അനുസരണക്കേടിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നും നാം അറിയേണ്ടതാണ്. ചിന്തകനായ അരിസ്റ്റോട്ടിൽ ഒരിക്കൽ പറഞ്ഞത്, ദുഷ്ടൻ ഭയം കൊണ്ട് അനുസരിക്കുന്നു, ശിഷ്യൻ സ്നേഹം കൊണ്ട് അനുസരിക്കുന്നു. ഭയം കൊണ്ടുള്ള അനുസരണം കൃത്രിമമാണ്. പോലീസിനെ കണ്ട് ചിലർ ഭയന്ന് ഓടുന്നത് മിക്കവാറും കള്ളന്മാരോ ക്രിമിനലുകളോ ആവാം. എന്നാൽ നിയമങ്ങൾ അനുസരിക്കുന്നവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. നാം ഗുരുജനങ്ങളെ അനുസരിക്കുന്നത് അവരോടുള്ള ആദരവ് കൊണ്ടാണ്. മുതിർന്നവർ ആരായാലും നാം ബഹുമാനിക്കണം. അവർ ഏറെ ജീവിതാനുഭവങ്ങളുള്ളവരാണ്. അവരുടെ വാക്കുകൾക്ക് നാം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അനുസരണം ബലിയേക്കാളും എന്നാണല്ലോ ആപ്തവാക്യം. അനുസരണത്തിന്റെ മാഹാത്മ്യം ആണ് ഈ ചൊല്ലിൽ വിളംബരം ചെയ്യുന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമും യാക്കോബും യോസേഫും എല്ലാം ദൈവത്തെ അനുസരിച്ചവരായിരുന്നു. 1 പത്രോസ് 1:15 നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് വാർദ്ധക്യത്തിൽ അവന് കൊടുത്ത മകനെ ബലി കഴിക്കുന്നതിനായിട്ട് അവനോട് യഹോവ പറയുന്നു. അവന്റെ മകനെ ദൈവകൽപ്പന അനുസരിച്ച് മോറിയ മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായി നമുക്ക് ഏവർക്കും അറിയാം. വിറക് അടുക്കി മകനെ കൈയും കാലും കെട്ടി അതിന്മേൽ കിടത്തി കത്തിയെടുത്ത് വധിക്കുവാൻ തുടങ്ങുമ്പോൾ ബാലന്റെ മേൽ കൈവെക്കരുത് എന്ന ശബ്ദം അവൻ കേട്ടു. അബ്രഹാമിന്റെ അനുസരണത്തിന് ദൈവം ഇവിടെ പ്രസാദിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. യഹോവയുടെ കൽപ്പന അനുസരിച്ചതുകൊണ്ടാണ് നോഹയും കുടുംബവും ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ദൈവത്തെ അനുസരിക്കുകയും മാനിക്കുകയും ചെയ്തതിനാലാണ് യോബ് നരകയാതനയിൽ നിന്ന് വിടുതൽ നേടിയത്. പരിശുദ്ധ കന്യകമറിയാം ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞത്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണ്. ഇവിടെ പരിശുദ്ധ കന്യകമറിയാമിന്റെ അനുസരണമാണ് നാം കാണുന്നത്. ആ അനുസരണമാണ് ദൈവപുത്രന്റെ അമ്മയാകുവാൻ വിശുദ്ധ മറിയാമിന് യോഗ്യയായത്. നമ്മുടെ കർത്താവ് തന്നെ പിതാവാം ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുകയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. കർത്താവിന്റെ കാൽവറിയിൽ യാഗത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹാ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:8 പറയുന്നത്, കർത്താവ് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ്. നാം ഇതൊക്കെയും കാണുമ്പോൾ എന്താണ് അനുസരണമെന്നും എങ്ങനെയാണ് അനുസരിക്കേണ്ടതെന്നും നമുക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. ലോകത്തിലെ ആദ്യത്തെ പാപം തന്നെ അനുസരണക്കേടാണ്. ആദാമും ഹവ്വായും ഏദൻ തോട്ടത്തിൽ കഴിയുമ്പോൾ ആ പാപം സംഭവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്നിട്ട് അവരോട് തിന്നരുതെന്ന് പറഞ്ഞതായ ആ ഖനി തിന്നുന്നതിന് വേണ്ടിയിട്ട് അവരെ ഉത്സാഹിപ്പിക്കുകയും അതിൻ പ്രകാരം അവർ ആ ഖനി തിന്ന് പാപികളായി തീരുകയും ചെയ്തു. ആയതിനാൽ അവർക്ക് സംഭവിച്ചത് ആ ഏദൻ തോട്ടത്തിൽ നിന്നും അവർ വെളിയിലേക്ക് മാറ്റപ്പെട്ടതായി നമുക്ക് ഏവർക്കും അറിയാം. യോനായെ നോക്കുക.
യോനായോട് പറഞ്ഞു, നീ നിനവിലേക്ക് പോയി അവിടെ ജീവിക്കുന്നതായ ജാതികളോട് നീ സുവിശേഷം അറിയിക്കണം, അല്ലായെങ്കിൽ ഞാൻ അവർക്ക് വലിയ ഹാനി വരുത്തും എന്ന് പറഞ്ഞപ്പോൾ അവൻ നിനവയിലേക്ക് പോകുന്നതിന് പകരം തർശീസിലേക്ക് ഓടിപ്പോയ വിവരം നമുക്ക് എവർക്കും അറിയാം. കപ്പലിൽ കഴിയുന്ന അവസരത്തിൽ സമുദ്രത്തിൽ വലിയ കോളിളക്കമുണ്ടാകുകയും കപ്പലിൽ കഴിഞ്ഞവർക്ക് ഈ യോന കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവന്റെ സമ്മതത്തോടുകൂടി അവനെ സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളയുകയും ചെയ്യുന്നു. അവിടെ അവനെ ഒരു വലിയ മത്സ്യം വിഴുങ്ങുന്നതായും അവിടെ വച്ച് അവൻ യഹോവയോട് അയ്യം വിളിക്കുന്നതായും നാം കണ്ടു. അതിനുശേഷം അവന്റെ പാപത്തിന് പകരം അവന് ശിക്ഷ കൊടുക്കാതെ അവനോട് യഹോവ ക്ഷമിക്കുന്നതായും പിന്നീട് അവൻ നിനവയിലേക്ക് പോയതായും അവിടെ അവർക്ക് സുവിശേഷം അറിയിച്ച് അവരെ രക്ഷിച്ചതായും നാം കാണുന്നുണ്ട്. യോന ഒരു വിചിത്ര സ്വഭാവക്കാരനാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പ്രവാചകനൊക്കെയാണ്, എന്നാൽ ദൈവമനുഷ്യന് നിരക്കാത്ത സ്വഭാവ വിശേഷങ്ങൾ ഉള്ളവനായിരുന്നു. സങ്കുചിത്വം, സ്വാർത്ഥത, അനുസരണക്കേട്, അലസത, അരിശം, ഇത്തരം വൈകൃതങ്ങൾ ആ സ്വഭാവത്തിൽ കാണാം. വിജാതീയരായ ജനം വസിക്കുന്ന അസീറിയൻ തലസ്ഥാനമായ നിനവയിലേക്ക് പോകാൻ യഹൂദനായ യോന മടിക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. അതുപോലെ മുടിയനായ പുത്രന്റെ കഥയിൽ പിതാവിനെ അനുസരിക്കാതെ തൻ്റെ സ്വത്തിന്റെ വീതവും വാങ്ങി ദൂരേക്ക് പോയി എല്ലാം നശിപ്പിച്ചതിന് ശേഷം അവന് ഒന്നും ഭക്ഷിക്കാനില്ലാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ അവൻ അവൻ്റെ അപ്പനെ കുറിച്ച് ഓർക്കുകയും അനുദപിക്കുകയും അവൻ അവിടെ കിട്ടാവുന്നതായ എല്ലാ കാര്യങ്ങളും ഓർത്ത് അവൻ തിരിച്ചു വന്ന് അപ്പൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞ് അനുസരണയോടുകൂടി കഴിയുന്ന ആ ഒരു ഭാഗവും നമുക്ക് ഏവർക്കും അറിയാം. നമ്മൾ 23-ാം സങ്കീർത്തനം ഏതാണ്ട് എല്ലാവർക്കും ബൈഹാർട്ടാണ് എന്നതിന് യാതൊരു സംശയമില്ല. അതിൽ ഇപ്രകാരം പറയുന്നു, കൂരിരിൽ താഴ്വരയിൽ കൂടി നടക്കുന്നാലും ഞാനൊരു ഭയവും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ കൂരിരിൽ താഴ്വരയിൽ കൂടിയിരിക്കുന്ന നല്ല ഇടയനെ ശരിയായി നമുക്കറിയാമോ എന്ന് നാം ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. ഇടയന്റെ ശബ്ദം കേട്ട് പ്രതികരിക്കുന്ന ആടുകളെ പോലെ നാം അനുസരണമുള്ളവരാണെങ്കിൽ മാത്രമേ പ്രതിസന്ധിയിൽ തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ആ നല്ല ഇടയന്റെ ശബ്ദം അനുസരണയോടെ ശ്രദ്ധിക്കൂ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, നമ്മുടെ ഹൃദയവാതിൽ അവനായി തുറക്കാം. ദൈവത്തിന്റെ പൈതലായി അവനിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് അനുസരണത്തോടെ ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് മാത്രം ഈ നോമ്പിന്റെ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നോമ്പിന്റെ 24-ാമത്തെ ദിവസമായ ഇന്ന് നാം ഓരോരുത്തരും ഇതേവരെ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് അല്ല, ഇനി എങ്ങനെ ജീവിക്കണമെന്നുള്ളൊരു തീരുമാനമെടുക്കണം. നാളെ പാതി ബുധനാഴ്ചയാണ്. ആ പാതി ബുധനാഴ്ച നമ്മൾ ദേവാലയത്തിൽ ചെന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചതിന് ശേഷം അവിടെ നിന്ന് കുർബാന വഹത്തോടു തിരിച്ചു വരുമ്പോൾ എങ്കിലും അവിടെ നിന്ന് ഒരു സത്യപ്രതിജ്ഞ തന്നോട് തന്നെ ചെയ്തിട്ട് വരണം. കർത്താവേ, ഇന്നു മുതൽ ഞാൻ മഹാപാപിയായിട്ട് ജീവിച്ചു, അതിൽ നിന്നൊക്കെയും ഞാൻ കരകയറുവാൻ ആഗ്രഹിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണമേ, ഞാൻ മഹാപാപിയാകുന്നു കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നാം പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് തിരികെ വരുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ നിത്യതയിൽ ഒരു അവകാശിയാകും എന്നതിന് സംശയമുണ്ടാകില്ല. ആയതിനാൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് തിരുത്താം. ഈ നോമ്പ് അതിന് ഒരു ആത്മീയ തീർത്ഥാടനമായി തീരട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.